Am I an Indian? As a gay and Dalit individual, how can I prove my citizenship? The LGBTIQ people who are marginalized and silenced throughout years. The nation is asking to prove their identity. How we can prove it? As we all know, the Transgender Rights Bill also questioning the identity of millions of trans people in this country. They are helpless to prove their identity. They have nothing to prove their identity. As per the survey of Kerala Social Justice Department, 60% of trans children in Kerala who are school dropouts. They have nothing in their hands, no documents at all. It is the state of the high literacy, the state who is having or handling high literacy rate. Can we imagine the rest of Kerala? So they are helpless and have no document to prove their identity. According to me, the Transgender Rights and Protection Bill of 2019 and the proposed Tribal Act and the Citizenship Amendment Act are in same line. The reason is they are silencing many marginalized people. In CAA also, around 2000 trans people included in Assam. When we check their citizenship in all over the nation, there are chances to lose, there are lakhs of trans people who are helpless to prove their citizenship. How we, locate or place them? So again, the whole nation is going to relocate or displace, the identities who are silenced or invisible for millions of years. രാജ്യത്ത് കനത്ത രീതിയിലുള്ളൊരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അഥവാ CAA അതോടൊപ്പം തന്നെ NRC ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. അവിടെ ഒരു വിഭാഗം ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ മാത്രം മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേറെ ഒരു വിഭാഗം ജനത ഇവിടെ ഉണ്ടെന്നും അത്തരം വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നോ ഇത്തരമൊരു നിയമം രാജ്യത്ത് പ്രാബല്യത്തിലാവുകയാണെങ്കിൽ അവർ രാജ്യത്തിന് പുറത്തു പോകുമോ എന്നുള്ള ആശങ്കയോടുകൂടി തന്നെ ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട് ഇവിടെ, ജനങ്ങളുണ്ട് ഇവിടെ. അത്തരം ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചോ മനുഷ്യരുടെ പ്രശ്നത്തെക്കുറിച്ചോ പലപ്പോഴും ഒരിടത്തും ചർച്ച ചെയ്യാതെ പോകുന്നുണ്ട്. രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തുമ്പോൾ ലിംഗത്വ ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർക്കും ഈ ബുദ്ധിമുട്ട് അതീവ ഗുരുതരമായി തന്നെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ട്രാൻസ്ജെൻഡർ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാൻ സാധിക്കാതെ അതോടൊപ്പം തന്നെ സ്വന്തം കാരണത്താലല്ലാതെ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി താമസിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇവർ അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്ന ഒരു രേഖകളും സമർപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യവും നിലവിലുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസ്ജെൻഡർ പോളിസി നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ ഒരു സർവേ സംഘടിപ്പിച്ച സമയത്ത് അതിൽ പറയുന്ന പ്രധാനമായ ഒരു കാര്യം കേരളത്തിലെ 60% വരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളും അവരുടെ 9ാം ക്ലാസ്സിന് മുൻപ് വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്നവരാണ്. അപ്പോൾ അവർക്ക് അടിസ്ഥാനപരമായി ഈ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകൾ പോലും കൈവശമില്ലാത്തൊരു സാഹചര്യമുണ്ട്. കേരളത്തെ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ അഭയം പ്രാപിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. അവിടെയൊക്കെ തന്നെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ പറയുന്ന അടിസ്ഥാനപരമായി എൻ്റെ ആൻസിസ്റ്റേഴ്സ് ആരാണ്, എൻ്റെ അച്ഛൻ ആരാണ്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആരാണെന്നൊന്നും തെളിയിക്കാനുള്ള യാതൊരു രേഖയുമില്ല. അങ്ങനെ വന്നാൽ ഈ നിയമം അനുസരിച്ച് ഇവരൊക്കെ രാജ്യത്തിന് പുറത്ത് പോകേണ്ടി വരും. ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യർ രാജ്യത്തിന് പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പൗരത്വം രാജ്യത്ത് അംഗീകരിച്ചിട്ട് പോലും 5 വർഷം മാത്രമേ ആവുന്നുള്ളൂ. സ്വാതന്ത്ര്യം ലഭിച്ച 70 വർഷത്തിന് ശേഷം 5 വർഷം മാത്രം രാജ്യത്തെ പൗരന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യർക്ക് വീണ്ടും വിലങ്ങുതടിയായി അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് വരുന്നൊരു ബില്ല് മാത്രമായി വേണം ഇതിനെ കാണാൻ, അല്ലെങ്കിൽ നിയമം മാത്രമായി വേണം നമുക്കിതിനെ കാണാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏവർക്കും അറിയുന്നൊരു വിഷയം, രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ചില ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഒരു രഹസ്യ അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. അത് പല രീതിയിലുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ പല രീതിയിലുള്ള ചർച്ചകളിലൂടെ നമുക്ക് മുന്നിൽ ദൃശ്യമായിരിക്കുന്ന ഒരു ഘടകം കൂടിയാണ്.
ഇവിടെ ലിംഗത്വ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ഭാഗമായി നിൽക്കുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികളെന്ന് മാത്രമല്ല, മറിച്ച് ആ വിഭാഗത്തിൽപ്പെടുന്ന ഓരോ ജനതയും ഈ ഒരു ബുദ്ധിമുട്ട് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മളൊക്കെ രാജ്യത്തെ പൗരന്മാരാണെന്ന് പറയാൻ, വീണ്ടും വീണ്ടും പറയാൻ എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ റേഷൻ കാർഡില്ലാത്ത, ആധാർ കാർഡില്ലാത്ത, അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് പോലും കൈവശമില്ലാത്തൊരു മനുഷ്യർക്ക് എങ്ങനെയാണ് രാജ്യത്ത് അവരുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇത് മാറിപ്പോകുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു ട്രാൻസ്ജെൻഡർ നയമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ടൊരു രേഖ നൽകി വരികയാണ്. അപ്പോൾ ഇവരെ ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്, ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്, എൻ്റെ അച്ഛൻ്റെ പേര് ഇതാണെന്നൊക്കെ കാണിക്കുന്നൊരു രേഖ സർക്കാർ ആധികാരികമായി തന്നെ അംഗീകരിച്ചുകൊണ്ട് നൽകി വരുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. കാരണം BJP സർക്കാർ തന്നെ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇന്നും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം നൽകാനോ അല്ലെങ്കിൽ ലിംഗത്വ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകാനോ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അത്തരം മനുഷ്യരെയും ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇതൊന്നും ഒരുപക്ഷെ പലയിടത്തും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നൊരു വാർത്ത, അസമിനെ സംബന്ധിച്ച് അവിടെ 2000-ഓളം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായ രേഖയില്ല. അങ്ങനെ രേഖയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഈ 2000-ഓളം പേരും ഇവിടുത്തെ പൗരന്മാരല്ല എന്നും ഇവർ രാജ്യത്തിന് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇത് അസമിലെ മാത്രം അവസ്ഥയല്ല. കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയ വ്യക്തികളുടെയും സ്ഥിതി തന്നെയായിരിക്കും. അസം ഒരു ഉദാഹരണം മാത്രമായി നമുക്ക് എടുത്ത് പറയേണ്ടി വരും. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ ന്യൂനപക്ഷങ്ങളെയും രാജ്യത്തിന് പുറത്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പുറത്താക്കി നിർത്താനുള്ള, ഇവിടെ ഇത്തരം ജീവിതങ്ങൾക്കൊന്നും ജീവിക്കാൻ അവകാശമില്ല എന്ന് തീർത്തും ഉദ്ഘോഷിക്കുന്ന, തീർത്തും ഭരണഘടനാ വിരുദ്ധമായൊരു നിലപാടും രീതികളുമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്, അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന വിഷയമല്ല. രാജ്യത്ത് ഞങ്ങളും പൗരന്മാരായി രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അവകാശത്തോടു കൂടി തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ട അവകാശപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ അവർക്കിവിടെ നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. അതിനെ നിഷേധിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇന്ന് രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധ പരിപാടികളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സംഘടനകളും അല്ലെങ്കിൽ ലിംഗത്വ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഓരോ വ്യക്തികളും ഈ ബില്ലിനെതിരെ, CAA-ക്കെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധവും വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് ഞങ്ങൾക്കും രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഞങ്ങൾ രംഗത്തുണ്ട്, എന്നാൽ അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഞങ്ങൾക്ക് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഒരുപാട് നാളത്തെ ദീർഘമായ പരിഹാസത്തിൻ്റെയും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലിൻ്റെയും ഉപദ്രവങ്ങളുടെയും ഒക്കെ ഫലം കൂടി തന്നെയാണ്. കാരണം ഞങ്ങൾ നേടിയെടുത്ത അവകാശമാണ്. ഇത് ഞങ്ങൾക്ക് ഔദാര്യമായി ആരും തന്ന അവകാശമല്ല. ഞങ്ങൾക്കിവിടെ ജീവിക്കണം എന്നുള്ളത് നിരന്തരമായ ഒരുപാട് കാലഘട്ടങ്ങളായുള്ള പോരാട്ടത്തിൻ്റെ ഫലമായി നേടിയെടുത്തൊരു ഒരു പൗരത്വം തന്നെയാണ്. അപ്പോൾ അത്തരം പൗരത്വത്തെ ഈ ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഞങ്ങളെ ഇവിടെ നിന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ, ഞങ്ങളിവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ ഞങ്ങൾക്കത് നോക്കി നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിവിടെ ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യവും ഒരു സാഹചര്യവും സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങളും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ളത്, അത് ഇതിനു മുന്നേ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ ദൃശ്യതയ്ക്കും ഞങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് രാജ്യത്തെ എല്ലാ വിഭാഗം ജനതയോടൊപ്പം ഞങ്ങളും തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇവിടെ ഞങ്ങളുടെ നിലനിൽപ്പ് എന്നുള്ളത് ഒരു പ്രശ്നത്തോടൊപ്പം തന്നെ, അത് ഒരു ഏറ്റവും വലിയ പ്രശ്നത്തോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളായ മറ്റ് വിഭാഗം ജനതയുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ചില മതങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചില ന്യൂനപക്ഷങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റു ചില മതങ്ങളിൽപ്പെട്ടവരെ പുറത്താക്കുക, മറ്റു ചില ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരെ പുറത്താക്കുക, ഇതൊന്നും ഒരിക്കലും ഭരണഘടന അനുശാസിക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഭരണഘടനയെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ജനതയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന വിഷയമല്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പല മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിൻ്റെ പല നേതാക്കളുടെ ഭാഗത്തുനിന്നും സംസ്ഥാനത്തെ പല ഈ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ നിലപാട് അതീവ വേദനാജനകമാണ്.
കാരണം ഞങ്ങളെ പലപ്പോഴും അവർക്ക് മനുഷ്യരായി പോലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ആ വാക്ക് പറയുന്നത് പോലും പരിഹസിച്ചുകൊണ്ടോ പുച്ഛിച്ചുകൊണ്ടോണ്. അപ്പോൾ അവർക്കൊരു ദീർഘവീക്ഷണമുണ്ട്. ഇത്തരത്തിലുള്ള ജനവിഭാഗത്തെ ഇവിടെ ഒരിക്കലും നിലനിർത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ പാടില്ല, ഇവരൊക്കെ ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടവരാണ് എന്ന് ഇവർ ആക്രോശിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ഇവർ പറയുന്ന ചില രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരണം, അവർ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സ്വന്തം രാജ്യത്ത് ജീവിക്കുന്ന, നിലനിൽക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന, അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെ പോകുന്ന മനുഷ്യരെ സംരക്ഷിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ ഒരു കടമയാണ്, ബാധ്യതയാണെന്ന് പോലും മനസ്സിലാക്കാതെ പെരുമാറുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് മറ്റു രാജ്യത്തുള്ളവരുടെ കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ സ്വന്തം രാജ്യത്ത് നിലനിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം പോലും രൂപപ്പെടുത്തി കൊടുക്കാൻ സാധിക്കാതെ മറ്റ് സംസ്ഥാനത്തുള്ളവരെയും കൂടെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ള ഒരു എന്ത് നിലപാടാണ്? അത്തരം നിലപാടിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം വിദ്യാഭ്യാസം എന്നുള്ളൊരു നേട്ടം ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്ക് നേടാൻ സാധിച്ചതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളൊരു ശാക്തീകരണത്തിലൂടെ തന്നെ ഇത്തരം വിധികൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനൊരു ട്രാൻസ്മെൻ വ്യക്തിയാണ്. ഞാൻ ഉൾപ്പെടുന്ന ഒരു ട്രാൻസ്മെൻ വ്യക്തികൾ ഒരു ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ തന്നെ വളരെ എണ്ണത്തിൽ കുറവായ ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സ്വന്തം ഒരു വ്യക്തിത്വം ട്രാൻസ്മെൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ സമൂഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു ട്രാൻസ്ജെൻഡർ ബില്ല് തന്നെ വളരെ ആശങ്കാജനകമായി നിൽക്കുന്ന അവസരത്തിൽ സ്വന്തം പൗരത്വം കൂടി തെളിയിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് വളരെയധികം ആശങ്ക കൂടുന്ന ഒരു കാര്യമാണ്. The current government's move towards bringing this NRC and CAA is totally against the very base of Indian Constitution, and it is going to have a huge impact upon queer lives. Say for an example, in Assam you have around 2,000 transgender who have identified themselves as transgenders living, whose lives are at stake. Imagine that queer people who have been living in this country for years, who are in a position to prove their citizenship in this nation, which is not exactly acceptable. There have been so many refugees who are coming from Bangladesh, who are coming from Afghanistan, queer refugees, especially since certain Islamic nations have restrictions upon homophobia. I mean certain restrictions upon being homosexual or being a transgender or being bisexual. People are coming to India, had come to India with the hope of having a life, to have a peaceful normal life. But right now the very life on their lifestyle and their living is challenged. With bringing this NRC, not only their citizenship is questioned, there is a long spread fear that they may be kept into detention camps and their basic rights could be curtailed, and they may be put into certain torturous situations. We have seen in many countries. We have seen it in China. We have seen it in such detention camps around the world, how it impacts the basic lives of ordinary people. And while we are taking ordinary people into account, you can imagine like marginalized communities like LGBTQ communities and sexual and gender minorities. Already there is a widespread hatred, and this is going to add fuel to the fire. So immediate necessities and immediately such laws such as an NRC and CAA should be stopped, so that you could save a lot of lives. And rough data perspective statistics says that there are around 10 to 15 million LGBTIQ individuals living in India. Now with this NRC, how many of those in those millions are going to question, and how many of those citizenship is going to be questioned is a big question right now. So stop homophobia by stopping NRC.